രാധമ്മ പറഞ്ഞു തന്നതുപോലെ കേട്ട് ഞാനെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ പാചകം അങ്ങനെ മറ്റൊരാള് പറഞ്ഞും കേട്ടുമൊക്കെയാ എല്ലാവരും പഠിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാ പാചകം പഠിച്ചത്. ഒരുപാട് പേരെ ഞാൻ പാചകം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക രുചി മോളുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. മോളുണ്ടാക്കിയ കറികൾ കഴിച്ചിട്ട് വർമ്മ സാറെന്ന് പറഞ്ഞില്ലേ, പണ്ടെപ്പോഴോ കഴിച്ചിട്ടുള്ള രുചിയുള്ള ഭക്ഷണത്തിന്റെ ഓർമ്മ വന്നൂന്ന്. അതാണ് മോളുടെ കൈപുണ്യം. അത് ചിലപ്പോ പാരമ്പര്യാവാം, ചിലപ്പോ ദൈവത്തിന്റെ അനുഗ്രഹമാവാം. അതെ, പ്രതികാമാടുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നാവി തൊടുമ്പോ നാവിന്റെ എല്ലാ രുചിമുകുളങ്ങളിലും കൊതിയൂരും. മോള് മത്സരിക്കണം. ഒരുപാട് പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ രാധമ്മ മോളെ പഠിപ്പിക്കാം. ചിലതൊക്കെ മോളെ കൊണ്ട് തന്നെ നേടാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരാന്നാ എനിക്ക് തോന്നുന്നത്. സാധിക്കും മാഡം. മാഡം ഒന്ന് ഉഷാറായേ. ഇനി എന്താ രതിക ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഞാൻ മത്സരിക്കാം രാധമ്മേ. ദൈവമേ, 25 ലക്ഷം വരാൻ പോകുന്നേ. ഞാൻ ജേട്ടനെ വിളിക്കട്ടെ. രാജു, ഈ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളും മതിയാവില്ലടാ. നീ വേഗം മാർക്കറ്റിലേക്ക് പോ. ലിസ്റ്റ് പ്രിയ അയക്കും. അതിനെന്തിനാ രാജു പോകുന്നേ? ഞാൻ ജേട്ടനെ വിളിച്ചു പറയാം. ജേട്ട സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നോളും. എന്നാ നിങ്ങൾ വാ പിള്ളേരെ, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റേ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ശരി അമ്മ ഒരു ചായ. രാജു.